ആധുനിക ലോകത്തിൽ സാമ്പത്തിക സമ്മർദ്ദം, പ്രത്യേകിച്ച് ടാരിഫ് വാർ, ഒരു പുതിയ യുദ്ധരൂപമായി മാറിയിരിക്കുന്നു. പരമ്പരാഗത ആയുധങ്ങളുടെ പകരമായി വ്യാപാര തടസ്സങ്ങൾ, ഉപരോധങ്ങൾ, തന്ത്രപരമായ വിതരണ ശൃംഖലാ നിയന്ത്രണം എന്നിവയെ ഉപയോഗിച്ച് രാജ്യങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടാരിഫ് സംബന്ധിച്ച നിലവിലെ തർക്കങ്ങൾ ഈ പുതിയ ആഗോള യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. സമീപകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികൾക്കു നേരെ കനത്ത ടാരിഫ് ചുമത്തുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. ഇന്ത്യ ശക്തമായ സ്ഥാനം കൈക്കൊണ്ടിരിക്കുന്ന ചില മേഖലകളാണ് ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രനിർമ്മാണം മുതലായവ. ഇന്ത്യൻ വിപണികളെ, പ്രത്യേകിച്ച് ചില കൃഷി, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കാനുള്ള തന്ത്രമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ സർക്കാർ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കർഷകരുടെയും ആഭ്യന്തര ഉൽപ്പാദകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ ടാരിഫ് അനുവദിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. ഈ സമ്പദ് വ്യവസ്ഥയെയാണ് ഇന്ത്യയുടെ വലിയൊരു വിഭാഗം ജനസംഖ്യ ഇപ്പോഴും ആശ്രയിക്കുന്നത്. അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി ആഗോള സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുകയുണ്ടായി. ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കായി ഒരുമിച്ച് മുന്നേറണമെങ്കിൽ ഗ്ലോബൽ സൗത്തിനെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിപണിയെ തീർത്തും അവഗണിക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, സാങ്കേതിക മികവ്, വിപുലമായ വിപണി എന്നിവ കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ആഗോള വ്യാപാരത്തിൽ ഒരു പങ്കാളി മാത്രമല്ല, അതിൻ്റെ നിയമങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രധാന ശക്തി കൂടിയാണ്. ലോക സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷങ്ങൾ സൈനിക മേഖലയിലല്ലാതെ സാമ്പത്തികം, സാങ്കേതികവിദ്യ, ഡിജിറ്റൽ മേഖലകളിലേക്ക് കൂടിയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ജനസംഖ്യയും സാമ്പത്തിക വളർച്ചയും ത്വരിത വികസനവും അടിസ്ഥാനമാക്കി ഇന്ത്യക്കിപ്പോൾ ഉറച്ച നിലപാടെടുത്ത് ചർച്ചകൾ നടത്താൻ കഴിയുന്ന അവസ്ഥയുണ്ട്. പങ്കാളിത്തങ്ങൾ സമതുലിതവും പരസ്പര ലാഭകരവുമായിരിക്കണമെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.